ലാലേട്ടൻ്റെ L360 എന്ന സിനിമയുടെ റിലീസ് ഒക്ടോബർ 10-നാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഒക്ടോബർ 10-ന് L360 എന്ന സിനിമയുടെ ഒപ്പം ക്ലാഷ് റിലീസിന് ഒരുങ്ങുകയാണ് അമൽ നീരദിൻ്റെ ബോയ്ഗൻവില്ല. ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ്. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലുമാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന റോളുകളിൽ എത്താൻ പോകുന്നത്. അപ്പോൾ ഒരു ഗംഭീര ക്ലാഷ് തന്നെ ഒക്ടോബർ 10-ന് നമുക്ക് കാണാം. ചെമ്പൻ വിനോദിൻ്റെ തിരക്കഥയിൽ ജോഷി സാർ സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ്റെ റംബാൻ എന്ന സിനിമ ഉപേക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് പല ഫേക്ക് റൂമേഴ്സൊക്കെ വന്നിരുന്നു. ഇതിപ്പോൾ ചെമ്പൻ വിനോദ് തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. റംബാൻ സിനിമ ഉപേക്ഷിച്ച കാര്യം താൻ അറിഞ്ഞിട്ടില്ലെന്നും ലാലേട്ടനോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും അറിഞ്ഞിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചതെന്നും ആരാണ് ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നൊക്കെയാണ് ചെമ്പൻ വിനോദ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റംബാൻ സിനിമ ഉപേക്ഷിച്ചിട്ടില്ല. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ എന്തായാലും സമയമെടുക്കും. കാരണം ലാലേട്ടൻ്റെ അടുത്തടുത്തുള്ള കമ്മിറ്റ്മെൻറ്റ്സൊക്കെ തീർത്തതിന് ശേഷമായിരിക്കാം റംബാൻ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക. എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ കുറച്ചധികം അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഗുജറാത്തിലാണ് എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. സലാറിൽ പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച കാർത്തികേയ ദേവാണ് എമ്പുരാൻ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ സെയ്ദ് മസൂദ് എന്ന ക്യാരക്ടറിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിക്കുന്നത്. ഇന്നലെ കാർത്തികേയ ദേവ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. ഇത് എമ്പുരാൻ്റെ ഷൂട്ടിംഗ് സമയത്തുള്ളതാണ്. അതുപോലെ ഗിരീഷ് ഗംഗാധരനും എമ്പുരാൻ സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗിരീഷ് ഗംഗാധരൻ എത്തിയിട്ടുള്ളതെന്നൊക്കെയാണ് റൂമറുകൾ വരുന്നത്. എമ്പുരാൻ സിനിമയുടെ നൈറ്റ് ഷോട്ട്സ് ആണ് ഗുജറാത്തിൽ കൂടുതലും ചിത്രീകരിക്കുന്നത്. പൃഥ്വിരാജും ഇന്നലെ എമ്പുരാൻ സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില്ല് പുറത്തുവിട്ടിട്ടുണ്ട്. ഏകദേശം 50% ചിത്രീകരണം എമ്പുരാൻ സിനിമയുടേതായിട്ട് പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.